ഹായ്, അസ്സാം വലൈക്കും. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഏട്ടക്കൂരി ഇട്ട കറി വെക്കാൻ പോണത്. ഇതാണ് മീൻ. ഇവിടെ ഏട്ട അല്ലെങ്കിൽ കുരി എന്നൊക്കെ പറയും. പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം കേട്ടോ. കൊടപ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. ഇതിൻ്റെ മേലിങ്ങനെ ഈ കറുത്ത സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കും കേട്ടോ. അയ്യോ, അപ്പോൾ ഈ മീൻ നമ്മൾ ക്ലീൻ ചെയ്യണ്ടിട്ടുണ്ട്. ഈ മീൻ പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തലേന്നൊക്കെ ഇങ്ങനെ പോകും ശരിക്കും. ഇതുപോലെ ക്ലീൻ ആവും കേട്ടോ. ഇതേപോലെ ക്ലീൻ ആവും. ക്ലീനാക്കി കഴിഞ്ഞ് കറി വെക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പം നമ്മുടെ മീൻ കറി വെക്കാനുള്ള മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ചുവന്നുള്ളി, കൊടപ്പുളി, തക്കാളി, വേപ്പില, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാല്, ഇത് ഒന്നാം പാൽ കേട്ടോ. തേങ്ങാപ്പാലിലാണ് വെക്കണേ. ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 മിനിറ്റ് ഉലുവണം. ഉലുവ പൊട്ടിക്കഴിഞ്ഞിട്ട് ചുവന്നുള്ളി വാട്ടണം. പുറത്ത് നല്ല മഴ ഉണ്ട്, കേൾക്കുമോയെന്നറിയില്ല. പുറത്ത് നല്ല മഴ ഉണ്ട്, നല്ല കാറ്റുമുണ്ട്. ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളി ഇട്ടെടുത്ത് വാട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ വേപ്പിലെങ്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെങ്കിൽ വാടിയിട്ട് തക്കാളി ഇട്ടിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വാട്ടും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് മുക്കട്ടെ. ഈ മീൻ വറുത്തരച്ചും വെക്കട്ടെ. തേങ്ങ വറുത്തരച്ച് വെക്കാം. പക്ഷെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് വെക്കണം. മക്കൾക്ക് ഇങ്ങനെ വെക്കണതാണ് ഇഷ്ടം. ഉപ്പൊക്കെ വരുന്നുണ്ട്. രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കണം. മീനിൻ്റെ പാല്, രണ്ടാം പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. പുക ആവി അടിക്കില്ല. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്തിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ. അപ്പം ഇത് ഈ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ. പാലൊഴിച്ചിട്ടാണ് ഒന്നാം പാലൊഴിച്ച് ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഓഫ് ചെയ്യാം. ഇരുന്നൊന്ന് വെറ്റുട്ടോ. കറി ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇരിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കണത് നല്ല എരിവുണ്ട് കേട്ടോ കറിക്ക്. പക്ഷേ മുളക് പൊടിക്ക് നല്ല എരിവാണ് ഇവിടുത്തെ. അതായത് മുളക് കുറച്ചിട്ടിട്ടുള്ളൂ. ചിത്രത്തിന് ഇങ്ങനെ തോരനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കൈപ്പക്കായ. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടാണ്. കറി ഓരോരുത്തരെടുത്ത് കഴിച്ചു തുടങ്ങി. ഓക്കെ, ബൈ, താങ്ക് യു.